ഹായ് ഹലോ. ഇന്ന് നമുക്ക് ഫിസിയോ ക്ലാസ്സിൽ ത്രോംബോസിസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ നമുക്ക് ഡെഫിനിഷൻ വെച്ച് തുടങ്ങാം. ത്രോംബോസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫോർമേഷൻ ഓഫ് ബ്ലഡ് ക്ലോട്ട് ത്രോംബസ് വിത്തിൻ എ ബ്ലഡ് വെസൽ ഡ്യൂറിംഗ് ലൈഫ്. അതായത് നമുക്ക് ജീവനുള്ള സമയത്ത് നമ്മുടെ ബ്ലഡ് വെസൽസിൻ്റെ ഉള്ളിൽ അബ്നോർമലായിട്ട് ബ്ലഡ് ക്ലോട്ട് ആകുന്നതിനെയാണ് ത്രോംബോസിസ് എന്ന് പറയുന്നത്. ഇത് പാർഷ്യലിയോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടോ നമ്മുടെ ബ്ലഡ് ഫ്ലോയെ തടയാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇൻടാക്റ്റ് ആയിട്ടുള്ള ബ്ലഡ് വെസൽസിൽ, അതായത് വലിയ പ്രശ്നങ്ങളോ ഇഞ്ചുറിയോ ഒന്നുമില്ലാത്ത ബ്ലഡ് വെസൽസിൽ ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യുന്നതിനെയാണ് ത്രോംബോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ത്രോംബസും ബ്ലഡ് ക്ലോട്ടും ഒന്നാണോ? ഒന്നല്ല. ബ്ലഡ് ക്ലോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഇഞ്ചുറിയോ കാര്യങ്ങളോ ഉണ്ടായി കഴിഞ്ഞിട്ട് ആ ബ്ലീഡിങ്ങിനെ ക്ലോട്ട് ചെയ്യുന്നതിനെയാണ് ബ്ലഡ് ക്ലോട്ട് എന്ന് പറയുന്നത്. ത്രോംബസ് എന്ന് പറയുന്നത് ബ്ലഡ് വെസൽസിൽ ക്ലോട്ട് ഉണ്ടാകുന്നതിനെയാണ്, പക്ഷേ അബ്നോർമൽ ആയിരിക്കും. കാരണം നമ്മുടെ ബ്ലഡ് വെസൽസിന് ഇഞ്ചുറിയോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിക്കാതെ നമുക്ക് ക്ലോട്ട് ഉണ്ടാകുകയാണെങ്കിൽ അതിനെ നമ്മൾ ത്രോംബസ് എന്നായിരിക്കും പറയുക. അതായത് ക്ലോട്ട് എന്ന് പറഞ്ഞാൽ ജനറൽ ടേമാണ്, ത്രോംബസ് എന്ന് പറഞ്ഞാൽ അബ്നോർമൽ ആയിട്ടുള്ള ക്ലോട്ടാണ്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹെഡിങ് ആണ് ടൈപ്സ് ഓഫ് ത്രോംബോസിസ്. ത്രോംബോസിസ് അതായത് ബ്ലഡ് ക്ലോട്ട് എവിടെയാണോ വരുന്നതനുസരിച്ച് ത്രോംബോസിസിനെ മെയിനായിട്ടും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വീനസ് ത്രോംബോസിസ്, ഏട്രിയൽ ത്രോംബോസിസ്, ഇൻട്രാകാർഡിയാക് ത്രോംബോസിസ്. ഇനി ഈ മൂന്ന് ത്രോംബോസിസിനെയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തത് വീനസ് ത്രോംബോസിസ്. എ ത്രോംബസ് ഫോംസ് ഇൻസൈഡ് എ വെയിൻ ആൻഡ് ഇൻ്റർഫറൻസ് വിത്ത് വീനസ് ബ്ലഡ് ഫ്ലോ. വെയിൻസിൻ്റെ അകത്ത് വരുന്ന ബ്ലഡ് ക്ലോട്ടിനെയാണ് നമ്മൾ വീനസ് ത്രോംബോസിസ് എന്ന് പറയുന്നത്. വെയിൻ്റെ അകത്തുള്ള ബ്ലഡ് ക്ലോട്ട് ത്രോംബസ് ഫോർമേഷൻ ആയതുകൊണ്ട് തന്നെ അത് വീനസ് ബ്ലഡ് ഫ്ലോയെ അഫക്റ്റ് ചെയ്യും. അതായത് ഡീഓക്സിനേറ്റഡ് ബ്ലഡ് ഹാർട്ടിലേക്ക് വരുന്നതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാനാണ് ചാൻസ് കൂടുതൽ. ഈ വീനസ് ത്രോംബോസിസ് തന്നെ രണ്ട് തരത്തിലുണ്ട്. ഡീപ്പ് വെയിൻ ത്രോംബോസിസും സൂപ്പർഫിഷ്യൽ വെയിൻ ത്രോംബോസിസും. ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്ന് പറഞ്ഞാൽ ഡീപ്പ് വെയിനിലായിരിക്കും ബ്ലഡ് ക്ലോട്ട് ഉണ്ടാകുന്നത്. കോമൺലി കാണുന്നത് ലോവർ ലിംബിലായിരിക്കും. കോമൺ സൈറ്റ് എന്ന് പറയുന്നത് കാഫിലുള്ള വെയിൻസിൽ, ഫിമോറലിലുള്ള വെയിൻസിൽ, പൊപ്ലീഷ്യൽ വെയിൻസിൽ, ഇല്യാക് വെയിൻസിൽ ഇവിടെയായിരിക്കും കോമൺ ആയിട്ട് ഡി വി ടി കാണുക. ഇവിടുത്തെ ക്ലാസിക് ആയിട്ടുള്ള ക്ലിനിക്കൽ സൈൻ എന്ന് പറയുന്നത് യൂണിലാറ്ററൽ ലെഗ് സ്വെല്ലിംഗ് ആയിരിക്കും. പെയിനും ടെൻഡർനെസ്സും തോന്നാം, തൊട്ട് നോക്കുമ്പോൾ ചൂടുണ്ടാകും, റെഡ്നെസ്സോ ഡീകളറൈസേഷനോ കാണാം. പിന്നെ വേറെ ഒബ്വിയസ് ആയിട്ടുള്ള സിംറ്റംസ് ഒന്നും തന്നെ കാണത്തില്ല. ഈ ഡി വി ടിയുടെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പൾമനറി എംബോളിസം ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. കാരണം നമുക്കറിയാം വീനസ് ബ്ലഡ് എന്ന് പറയുന്നത് ഡീഓക്സിനേറ്റഡ് ബ്ലഡ് ആണ്. ഈ ബ്ലഡ് ലങ്സിൽ എത്തിയിട്ടാണ് പ്യൂരിഫിക്കേഷൻ നടക്കുന്നത്. ഇപ്പം നമ്മുടെ ഡീപ്പ് വെയിൻ ത്രോംബോസിസ് പോലുള്ള ബ്ലഡ് ക്ലോട്ട് ഉണ്ടാകുന്നത് അവിടുന്ന് ഡിറ്റാച്ച്ഡ് ആയി എംബോളിസം ആകുമ്പോൾ അത് ഹാർട്ട് വഴി ലങ്സിലേക്ക് എത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ കാലിലുണ്ടായിട്ടുള്ള ബ്ലഡ് ക്ലോട്ട് എംബോളിസം ആയിട്ട് ഹാർട്ട് വഴി ലങ്സിലേക്ക് എത്തിയിട്ട് അവിടെ പൾമനറി എംബോളിസം അല്ലെങ്കിൽ ക്ലോട്ട് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി രണ്ടാമത്തത് സൂപ്പർഫിഷ്യൽ വെയിൻ ത്രോംബോസിസ്. അതായത് സൂപ്പർഫിഷ്യൽ വെയിൻസിലാണ് ക്ലോട്ട് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ സൂപ്പർഫിഷ്യൽ വെയിൻ ത്രോംബോസിസ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ലോക്കലൈസ്ഡ് പെയിനും ടെൻഡർനെസ്സും ഉണ്ടാകും, റെഡ്നെസ്, വാംത്ത്, പാൽപേറ്റ് ചെയ്യുമ്പോഴും നമുക്ക് വെയിൻസിൽ ക്ലോട്ട് ഉള്ളത് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. ഡി വി ടി പോലെ സൂപ്പർഫിഷ്യൽ വെയിൻ ത്രോംബോസിസ് അത്രയ്ക്ക് ഡേഞ്ചറസ് അല്ലെങ്കിൽ പോലും ഇത് ഈ സൂപ്പർഫിഷ്യൽ വെയിൻ ത്രോംബോസിസ് ജനറലി ഡി വി ടി ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്തത് ഏട്രിയൽ ത്രോംബോസിസ്. വീനസ് ത്രോംബോസിസിൽ വെയിനിലാണ് ബ്ലഡ് ക്ലോട്ട് ഉണ്ടാകുന്നതെങ്കിൽ ഏട്രിയൽ ത്രോംബോസിസിൽ ആർട്ടറീസിലായിരിക്കും ബ്ലഡ് ക്ലോട്ട് ഉണ്ടാകുന്നത്. ഇത് ഏട്രിയൽ ബ്ലഡ് ഫ്ലോയിനെ കംപ്ലീറ്റ് ആയിട്ടോ അല്ലെങ്കിൽ പാർഷ്യലായിട്ടോ ബ്ലോക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിൻ്റെ കോമൺ സൈറ്റ് എന്ന് പറയുന്നത് കൊറോണറി ആർട്ടറി, ഹാർട്ടിലുള്ള ആർട്ടറീസിന്, സെറിബ്രൽ ആർട്ടറി, ബ്രെയിനിലുള്ള ആർട്ടറീസ്, പിന്നെ പെരിഫറൽ ആർട്ടറീസ്, നമ്മുടെ ബോഡിയുടെ ലിംബുകളിലുള്ള ആർട്ടറീസിലായിരിക്കും കൂടുതലായിട്ടും ക്ലോട്ട് ഉണ്ടാകുന്നത്. ഏട്രിയത്തിലൂടെ കടന്നു പോകുന്നത് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ക്ലോട്ടോ അല്ലെങ്കിൽ ത്രോംബോസിസോ ഉണ്ടാകുകയാണെങ്കിൽ അത് ടിഷ്യൂ ഡാമേജ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ ടിഷ്യൂ ഒത്തിരി നേരം പ്രൊലോങ്ഡ് ടൈംസിൽ ബ്ലഡ് സപ്ലൈ ഉണ്ടാകാതെ വരുമ്പോൾ ഓക്സിജനേറ്റഡ് ബ്ലഡ് നമുക്ക് കിട്ടാതെ വരുമ്പോൾ അത് ഇൻഫ്രാക്ഷൻ, നെക്രോസിസ് പോലുള്ള കാര്യങ്ങളിലേക്ക് ലീഡ് ചെയ്യും. സോ ഏട്രിയൽ ത്രോംബോസിസ് എന്ന് പറയുന്ന ഒരു മെഡിക്കൽ എമർജൻസി തന്നെയാണ്. പെട്ടെന്ന് തന്നെ ത്രോംബോസിസ് മാറ്റി ആ ടിഷ്യൂസിനെയോ അല്ലെങ്കിൽ ഓർഗൻസിനെയോ സേവ് ചെയ്യാനുള്ള കാര്യം നമ്മൾ നോക്കേണ്ടതുണ്ട്. ഇപ്പോൾ കൊറോണറി ആർട്ടറീസിനാണ് ക്ലോട്ട് ഉണ്ടാകുന്നതെങ്കിൽ അവിടെ ഹാർട്ടിന് പ്രശ്നം ഉണ്ടാകുകയും മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ സെറിബ്രൽ ആർട്ടറിക്കാണ് ത്രോംബോസിസ് ഉണ്ടാകുന്നതെങ്കിൽ ബ്രെയിനിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ കുറയാനും അത് ഇഷീമിക് സ്ട്രോക്ക് ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പെരിഫറൽ ആയിട്ടുള്ള ഭാഗത്താണ് വരുന്നതെങ്കിൽ അക്യൂട്ട് ലിംബ് ഇഷീമിയ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. മെഡിക്കൽ എമർജൻസി വളരെ പെട്ടെന്ന് എത്തേണ്ട ഭാഗമാണ് ഏട്രിയൽ ത്രോംബോസിസ്. ഇനി മൂന്നാമത്തെ ടൈപ്പ് ഇൻട്രാ കാർഡിയാക് ത്രോംബോസിസ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇൻട്രാ കാർഡിയാക്കിൻ്റെ ഉള്ളിൽ, ഹാർട്ടിൻ്റെ ഉള്ളിൽ ത്രോംബസ് ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യുന്നതിനെയാണ് ഇൻട്രാ കാർഡിയാക് ത്രോംബോസിസ് എന്ന് പറയുന്നത്. ഇത് ഉണ്ടാകാനുള്ള മെയിൻ കാരണം ഏട്രിയൽ ഫിബ്രിലേഷൻ, മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ, സിവിയർ ആയിട്ടുള്ള വെൻട്രിക്കുലർ ഡിസ്ഫങ്ഷൻ, ഹാർട്ടിൻ്റെ സ്ട്രക്ചറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുക, അങ്ങനെയൊക്കെ വരുമ്പോൾ ഹാർട്ടിൻ്റെ ഉള്ളിൽ ക്ലോട്ട് ഉണ്ടാകുന്നതിനെയാണ് ഇൻട്രാ കാർഡിയാക് ത്രോംബോസിസ് എന്ന് പറയുന്നത്. ഇത് ഈ ഹാർട്ടിൻ്റെ ഉള്ളിലാണ് ബ്ലഡ് ക്ലോട്ട് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ അത് പല ഭാഗത്തിലേക്ക്, ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന ഭാഗത്തേക്ക് എംബോളിസമായിട്ട് ട്രാവൽ ചെയ്തിട്ട് അവിടുത്തെ ഓർഗൻസിനെ ഡാമേജ് ചെയ്യാനാണ് ചാൻസസ് വളരെ കൂടുതൽ. അപ്പോൾ ഇത് മൂന്നെണ്ണമാണ് ത്രോംബോസിസിൻ്റെ മേജർ 3 ടൈപ്സുകൾ. ഇതുപോലെ തന്നെ അപ്പിയറൻസിൻ്റെ ബേസിസിൽ ത്രോംബസിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്.
റെഡ് ത്രോംബസ്, വൈറ്റ് ത്രോംബസ്, മിക്സഡ് ത്രോംബസ്. റെഡ് ത്രോംബസ് എന്ന് പറയുന്നത് വെയിൻസിലായിരിക്കും കാണുക. വൈറ്റ് ത്രോംബസ് എന്ന് പറയുന്നത് ആർട്ടറീസിലും. റെഡ് ത്രോംബസിൽ മെയിനായിട്ട് റെഡ് ബ്ലഡ് സെൽസ് ആണ്, അതുകൊണ്ടാണ് അതിന് മെയിനായിട്ടും റെഡ് ത്രോംബസ് എന്ന് പറയുന്നത്. വൈറ്റ് ത്രോംബസിൽ മെയിനായിട്ടും പ്ലേറ്റ്ലെറ്റ്സും ഫൈബ്രിനും ആയിരിക്കും കാണുന്നത്. മിക്സഡ് ത്രോംബോസിസിൽ മെയിനായിട്ടും പ്ലേറ്റ്ലെറ്റും അതുപോലെ തന്നെ RBCയും രണ്ട് കോമ്പോണൻസും കാണാനായിട്ട് സാധിക്കും. അടുത്ത മെയിനായിട്ടുള്ള ഹെഡിങ് ആണ് എത്തിയോളജി, ത്രോംബോസിസ് വരാനുള്ള കാരണം. മെയിനായിട്ടും അതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കോൺസെപ്റ്റാണ് വിർച്വോസ് ട്രയാഡ്. അതായത് ത്രോംബസ് ഉണ്ടാകാനുള്ള 3 മേജർ ഫാക്ടേഴ്സിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. ഒന്ന് വീനസ്റ്റാസിസ്, എൻഡോത്തീലിയൽ ഇഞ്ചുറി, ഹൈപ്പർ കൊയാഗിലിറ്റി. ഈ 3 കാരണം കൊണ്ടായിരിക്കാം ത്രോംബോസിസ് നമുക്കുണ്ടാകുന്നതെന്നാണ് പറയുന്നത്. ഈ 3 കാര്യത്തെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് വീനസ് സ്റ്റാറ്റസ് ആണ്. സ്റ്റാസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലോയിങ് അല്ലെങ്കിൽ കൂളിംഗ് ഓഫ് ബ്ലഡ് ഫ്ലോ എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ബോഡിയുടെ ഉള്ളിലുള്ള ബ്ലഡ് ഫ്ലോ കുറയുമ്പോഴേക്കും നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കലി അസ്യൂം ചെയ്യും നമ്മുടെ ബോഡിയിൽ ഇവിടെ ഒരു ബ്ലീഡ് ഉണ്ടെന്നും ആ ക്ലോട്ട് മാറാനായിട്ട് ബ്ലഡിൽ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് അധികമാകുകയും ചെയ്യും. ഈ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ ബ്ലഡ് ക്ലോട്ടുകൾ ഉണ്ടാകാനുള്ള ചാൻസും വളരെ കൂടുതലായിരിക്കും. അങ്ങനെ ബ്ലഡ് ഫ്ലോ കുറയുമ്പോഴത്തേക്കും ത്രോംബോസിസ് ഉണ്ടാകാനുള്ള റിസ്ക് വളരെ കൂടുതലാണ്. ഈ ബ്ലഡ് ഫ്ലോ കുറയാനുള്ള കാരണങ്ങൾ പലതാണ്. പ്രൊലോങ്ഡ് ആയിട്ടുള്ള ബെഡ് റെസ്റ്റ് ഉണ്ടെങ്കിൽ, ഇമ്മൊബിലൈസേഷൻ നടക്കുന്നത് കുറയുമ്പോഴത്തേക്കും, ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമ്പോൾ, പാരാലിസിസ്ഡ് ആകുമ്പോൾ, പ്ലാസ്റ്ററോ എന്തെങ്കിലും ഇടുമ്പോൾ, ഹാർട്ടിന് ഫെയിലിയർ ഉണ്ടാകുമ്പോൾ, ലോങ് ആയിട്ട് സിറ്റിംഗ് ഒക്കെ ചെയ്യുന്നവർക്കായിരിക്കും ഈ വീനസ് സ്റ്റാറ്റസ് ബ്ലഡ് ഫ്ലോ കുറയുന്നത്. അവർക്ക് DVT ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അടുത്തത് എൻഡോത്തീലിയൽ ഇഞ്ചുറി. എൻഡോത്തീലിയം എന്ന് പറഞ്ഞാൽ ഉള്ളിൽ, തീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർഫസ് എന്നാണ് അർത്ഥം. ബ്ലഡ് വെസൽസിൻ്റെ ഉള്ളിലുള്ള ഇന്നർ ലൈനിങ്ങിന് എന്തെങ്കിലും ഡാമേജോ ഇഞ്ചുറി ഉണ്ടാകുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡിയിൽ പ്ലേറ്റ്ലെറ്റ് ആൻഡ് കൊയാഗുലേഷൻ സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യുകയും ബ്ലഡ് ഫോർമേഷൻ ഉണ്ടാകുകയും ചെയ്യും. കോമൺ ആയിട്ട് സർജറി, ട്രോമ, ഫ്രാക്ചർ, വാസ്കുലർ ഇഞ്ചുറി, ഇൻവേസീവ് ആയിട്ടുള്ള വാസ്കുലർ പ്രൊസീജിയേഴ്സ്, ഇൻഫ്ലമേഷൻ ഓഫ് ദ വെസൽസ്, ഈ കാരണം കൊണ്ട് തന്നെ നമ്മുടെ ബ്ലഡ് വെസൽസിൻ്റെ ഇന്നർ ആയിട്ടുള്ള ലൈനിങ്ങിൽ എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടായിട്ട് ക്ലോട്ട് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മൂന്നാമത്തെ കാര്യം ഹൈപ്പർ കൊയാഗിലിറ്റി. അതായത് ക്ലോട്ട് ആകാനുള്ള ബോഡിയുടെ ടെൻഡൻസി കൂടുതലാകുന്നതിനെയാണ് നമ്മൾ ഹൈപ്പർ കൊയാബിലിറ്റി എന്ന് പറയുന്നത്. അതായത് ബ്ലഡിൻ്റെ ക്ലോട്ടിംഗ് സിസ്റ്റം വളരെ എക്സസീവ് ആകുമ്പോഴേക്കും ഒരു ചെറിയ കാര്യം, എന്തെങ്കിലും ബ്ലഡിൽ എന്തെങ്കിലും ഒരു ഡിഫോമിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് ഉണ്ടാകുമ്പോഴേക്കും ബ്ലഡ് ക്ലോട്ട് ഉണ്ടാകും. ഇങ്ങനെയും ത്രോംബോസിസ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതായത് ക്യാൻസർ, പ്രഗ്നൻസി, ക്ലോട്ടിംഗ് ഡിസോർഡേഴ്സ്, നേരത്തെ എന്തെങ്കിലും ത്രോംബോസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും മരുന്നെടുക്കുന്ന നേരം, വെള്ളം കൂടി കുറയുമ്പോൾ, ഡീഹൈഡ്രേഷൻ ഉണ്ടാകുമ്പോൾ, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുമ്പോൾ ഹൈപ്പർ കൊയാബിലിറ്റി കാരണം അബ്നോർമൽ ആയിട്ടുള്ള ബ്ലഡ് ക്ലോട്ട് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ മൂന്ന് കാര്യങ്ങൾ കാരണമാണ് മെയിനായിട്ട് നമ്മുടെ ബോഡിയിൽ ത്രോംബോസിസ് ഉണ്ടാകാറുള്ളത്. ഇതല്ലാതെ നമ്മുടെ ബോഡിയിൽ ത്രോംബോസിസ് ഉണ്ടാകാനായിട്ട് 2 ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. പേഷ്യൻ്റ് റിലേറ്റഡ് ഫാക്ടേഴ്സും സിറ്റുവേഷണൽ ഫാക്ടേഴ്സും. പേഷ്യൻ്റ് റിലേറ്റഡ് എന്ന് പറഞ്ഞാൽ ഏജ് കൂടുന്നതിനനുസരിച്ച് വണ്ണമുള്ള പേഷ്യൻസിൽ, നേരത്തെ DVT ഉണ്ടെങ്കിൽ, ഫാമിലി ഹിസ്റ്ററിയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, സ്മോക്കിംഗ്, ക്യാൻസർ, പ്രഗ്നൻസി, ഹാർട്ട് ഡിസീസ്, ഇതുപോലുള്ള പേഷ്യൻസിൽ ത്രോംബോസിസ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി സിറ്റുവേഷണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു മേജർ സർജറി ചെയ്തിട്ടുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ, ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ, ഫ്രാക്ചർ, ബെഡ് റെസ്റ്റ്, കുറേ നേരം നിൽക്കാനോ അല്ലെങ്കിൽ ഒരുപാട് ദൂരം ട്രാവലോ ചെയ്യുന്ന ആൾക്കാരിൽ, ഇൻമൊബിലൈസേഷൻ ഓഫ് ദ ലിംബ്, എന്തെങ്കിലും കാരണം കൊണ്ട് ഫ്രാക്ചറൊക്കെ കാരണം കാലനക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കേസുകളിൽ ത്രോംബോസിസ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇത്രയുമാണ് നമുക്ക് എത്തിയോളജി ആൻഡ് റിസ്ക് ഫാക്ടേഴ്സ് ആയിട്ട് ത്രോംബോസിസിൽ പഠിക്കാനുള്ളത്. അടുത്തത് ഈ റിസ്ക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ എത്തിയോളജി കാരണം എങ്ങനെ നമ്മുടെ ബോഡിയിൽ ഈ ത്രോംബോസിസ് ഉണ്ടാകുന്നു എന്ന് നമുക്ക് നോക്കാം. പതോഫിസിയോളജിയാണ് അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പതോഫിസിയോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ ത്രോംബസ് വരുന്നത് എങ്ങനെയാണെന്നുള്ളതാണല്ലോ. അപ്പോൾ ഒരു റിസ്ക് ഫാക്ടറോ അല്ലെങ്കിൽ വിർച്വോസ് ട്രയാഡ് കാരണം നമ്മുടെ ബോഡിയിൽ ഒരു ഇഞ്ചുറി കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ സാധാരണ ഉണ്ടാകുന്ന ക്ലോട്ട് ഫോർമേഷൻ തന്നെയാണ് ഇവിടെ ഉണ്ടാകുന്നത്. പ്ലേറ്റ്ലെറ്റ് ആക്ടിവേഷൻ ഉണ്ടാകും, കൊയാഗുലേഷൻ ആക്ടിവേഷൻ ഉണ്ടാകും, ത്രോംബസ് ഉണ്ടാകും. ത്രോംബസ് ഫൈബ്രിനോജിനെ ഫൈബ്രിനായിട്ട് മാറ്റും. ഈ പ്ലേറ്റ്ലെറ്റിൽ ഫൈബ്രിനും മെഷും ഉണ്ടായിട്ട് ഒരു ക്ലോട്ട് ഉണ്ടാകുകയാണ് സാധാരണ ഉണ്ടാകുന്നത്. ഈ ക്ലോട്ട് നമുക്ക് ഇഷ്യൂമിക് ആയിട്ടുള്ള ചേഞ്ചസോ അല്ലെങ്കിൽ മറ്റു പല കോംപ്ലിക്കേഷൻസോ ഉണ്ടാകും. ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ റിസ്ക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ വിർച്വോസ് ട്രയാഡ് കാരണം വീനസ്റ്റാസിസ്, എൻഡോത്തീലിയൽ ഇഞ്ചുറി അല്ലെങ്കിൽ ഹൈപ്പർ കൊയാഗുലിറ്റി ഒക്കെ കാരണം എൻഡോത്തീലിയൽ, അതായത് ബ്ലഡ് വെസൽസിൻ്റെ ഇന്നർ ലൈനിങ്ങിന് എന്തെങ്കിലും ഒരു ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ ഇഞ്ചുറി ഉണ്ടാകുമ്പോൾ അവിടെ പ്ലേറ്റ്ലെറ്റ് വന്ന് അടിഞ്ഞുകൂടും. ഈ പ്ലേറ്റ്ലെറ്റ് കൊയാഗുലേഷൻ കസ്കേഡ് തന്നെ ആക്ടിവേറ്റ് ചെയ്യും. ഈ കൊയാഗുലേറ്റിംഗ് ഫാക്ടേഴ്സ് ആയിട്ടുള്ള ത്രോംബിൻ അവിടെ ആക്ടിവേറ്റ് ആകുകയും ഫൈബ്രിനോജിനെ ഫൈബ്രിനാക്കി മാറ്റുകയും ചെയ്യും. ഈ പ്ലേറ്റ്ലെറ്റ് അഡ്ഹീഷൻ നടന്നെടുത്ത് ഈ ഫൈബ്രിൻ വന്ന് ഒരു മെഷ് പോലെ അതിനെ കവർ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ക്ലോട്ട് ഉണ്ടാകുന്നത്. ആ ക്ലോട്ട് പയ്യെ എൻലാർജ് ചെയ്യുകയും അതുവഴി ബ്ലഡ് ഫ്ലോ ഒബ്സ്ട്രക്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ത്രോംബോസിസ് ഉണ്ടാകുന്നത്. ഈ ത്രോംബസ് നമ്മുടെ അവിടെ ബ്ലഡ് വെസൽസിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ അത് ത്രോംബോസിസ് ആയിരിക്കും. പക്ഷേ അത് അവിടെ നിന്ന് ഡിറ്റാച്ച് ആകുകയാണെങ്കിൽ അതിനെ നമ്മൾ എംബോളസ് എന്നാണ് പറയുന്നത്. ഇത് ബ്ലഡ് വെസൽ വഴി കയറി പൾമിനറി ആർട്ടറി വഴി പൾമിനറിയിൽ അല്ലെങ്കിൽ ലങ്സിൽ എത്തുമ്പോഴാണ് നമുക്ക് പൾമിനറി എംബോളിസം ഉണ്ടാകുന്നത്. അതൊരു ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള കോംപ്ലിക്കേഷനാണ്.
ഇനി നമുക്ക് ത്രോംബോസിസിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് നോക്കാം. അതായത് ഓരോ ത്രോംബോസിസിനും, അതായത് വീനസ് ആട്രിയൽ ത്രോംബോസിസിന് ഓരോരോ ലക്ഷണങ്ങളായിരിക്കും കാണിക്കുക. ആദ്യത്തെ ഡീപ്പ് വെയിൻ ത്രോംബോസിസിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാലിൽ യൂണിലാറ്ററൽ ആയിട്ടുള്ള സ്വെല്ലിംഗ് ആയിരിക്കും കാണുക, വേദന ഉണ്ടാകും, തൊട്ട് നോക്കുമ്പോൾ വാംത്ത് കാണും, ഹെവിനെസ് അല്ലെങ്കിൽ ഒരു ടൈറ്റ്നസ് നമ്മുടെ ലിംബിൽ കാണാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലായിരിക്കും. ചില ഡി വി ടീസ് അസിംപ്റ്റമാറ്റിക് ആയിരിക്കും, അതായത് ലക്ഷണങ്ങളൊന്നും തന്നെ കാണിക്കത്തില്ല, നമുക്ക് ഡി വി ടി ആണെന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് പാടായിരിക്കും, പക്ഷേ എന്നാലും ഡി വി ടി ആകാനാണ് സാധ്യത കൂടുതൽ. ഇനി സൂപ്പർഫിഷ്യൽ വെയിൻ ആണെങ്കിൽ ലോക്കലൈസ്ഡ് പെയിൻ ആയിരിക്കും, ടെൻഡർനെസ്സും റെഡ്നെസ്സും വാംത്തും ഒക്കെ തന്നെ കാണും. ആർട്ടിഫിഷ്യൽ ത്രോംബോസിസ് ആണെങ്കിൽ സഡൻ ആയിട്ടുള്ള പെയിൻ ആയിരിക്കും, ഒരു പെയിൽ മോൾട്ടഡ് സ്കിന്നിലായിരിക്കും കാരണം അങ്ങോട്ടേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറവായതുകൊണ്ട് തന്നെ ഒരു ബ്ലൂയിഷ് കളറോ അല്ലെങ്കിൽ അവിടെ ഒരു കോൾഡ് ലിംബ് തണുപ്പായിട്ടോ നമുക്ക് ഫീൽ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടാകാം. സെൻസേഷന് കുഴപ്പമുണ്ടായിരിക്കാം, ഒരു വീക്ക്നെസ് കാര്യങ്ങളൊക്കെ പേഷ്യൻറ്റിന് ചിലപ്പം കാണിക്കാൻ സാധ്യതയുണ്ട്. പൾമനറി എംബോളിസമാണ് ഡി വി ടി കാരണം ഉണ്ടാകുന്നത്. അപ്പോൾ അത് ഉണ്ടാകുകയാണെങ്കിൽ മെയിൻ ആയിട്ടുള്ള സിംറ്റംസ് എന്ന് പറയുന്നത് ഷോർട്ട്നെസ് ഓഫ് ബ്രെത്തും, ചെസ്റ്റിന് പെയിനും, റാപ്പിഡ് ആയിട്ടുള്ള ബ്രീത്തിങ്ങും, ഹാർട്ട് റേറ്റ് കൂടുക, ചുമ, തലകറക്കം, ഇതൊക്കെയാണ്. ഇത് അപ്പം നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ് ഈ പൾമനറി എംബോളിസവും ഡി വി ടിയും. കാരണം പെട്ടെന്നൊരു ബർത്ത്ലെസ്നെസ്സോ ചെസ്റ്റ് പെയിനോ ഡി വി ടിയോ ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ അപ്പം തന്നെ നമ്മൾ മെഡിക്കൽ എമർജൻസി എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇത് ഇത്രയുമാണ് നമുക്ക് സൈൻസ് ആൻഡ് സിംറ്റംസിനെ കുറിച്ച് മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ത്രോംബസിനെ കുറിച്ചുള്ള ഡെഫിനിഷനും ടൈപ്സ്, പതോഫിസിയോളജി, സൈൻസ് ആൻഡ് സിംറ്റംസ് ആണ് മെയിനായിട്ട് ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ കോംപ്ലിക്കേഷൻ, പ്രിവെൻഷൻ, മെഡിക്കൽ മാനേജ്മെൻറ്റ്, ഫിസിയോതെറാപ്പി മാനേജ്മെൻറ്റ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ താങ്ക് യു.